ദിലീപിനെ സംഘടനകളിലേക്ക് തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ചിപ്പോൾ ഭാഗ്യലക്ഷ്മി ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. ഇനി ഒരു സംഘടനകളുടെയും ഭാഗമാകില്ല എന്നുള്ളതാണ് ഭാഗ്യലക്ഷ്മി പറയുന്ന കാര്യം. അതിജീവിതയുടെ കേസിന് സർക്കാർ അപ്പീൽ പോകുന്നത് സർക്കാരിന് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന്. സാറേ, ഇത് തന്നെയാണ് സാറേ സർക്കാർ ചെയ്യേണ്ടത്. ഒരു അതിജീവിതയ്ക്കൊപ്പം പോവുക എന്നുള്ളത് ഒരു സർക്കാരിന്റെ കടമയാണ്. സർക്കാർ അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് താങ്കളുടെ ഈ പ്രസ്താവനയിൽ കൂടി താങ്കൾ ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. അതായത് ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നാൽ ഞങ്ങൾ ഒരിക്കലും അതിജീവിതമാരോടൊപ്പം നിൽക്കില്ല, ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം മാത്രമേ നിൽക്കുള്ളൂ എന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുകയാണ്. ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്നലെ ഈ വിധി പ്രസ്താവം വരുന്ന സമയത്ത് ഭാഗ്യലക്ഷ്മി അതിജീവിതയുടെ വീട്ടിൽ അവളുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി കൂടിയാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. രാഹുൽ, എന്തുകൊണ്ട് രാജി, എന്തുകൊണ്ട് ഇനി സിനിമാ സംഘടനകളിലേക്കില്ല എന്ന് ഒരു സംശയത്തിനും അടിസ്ഥാനമില്ലാതെ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് നാടിന്റെ വികാരത്തിനെതിരായി സംസാരിച്ച അടൂർ പ്രകാശിനെയും ഭാഗ്യലക്ഷ്മി ചോദ്യം ചെയ്യുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കടുത്ത നടപടിയിൽ, അതായത് കടുത്തൊരു തീരുമാനത്തിലേക്ക് ഭാഗ്യലക്ഷ്മി പോവുകയാണ്. അതായത് ഈ ഫെഫ്കയുമായി ബന്ധപ്പെട്ട് സജീവമായി നിന്ന പ്രവർത്തകയാണ്. പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒപ്പം സർക്കാർ പരിപാടികൾ, ഈ സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം വലിയ ഭാഗമായിരുന്നു. ഇനി എന്തായാലും സംഘടനയുടെ ഭാഗമാകുന്നില്ല എന്ന തീരുമാനമാണ്. കാരണം വളരെ ലളിതമായ ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. അതായത് ഇത്തരമൊരു കോടതി അത് കുറ്റകൃത്യമാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് കോടതിയില്ലേ, അല്ലെ നിയമപ്രകാരം അവിടെ അവസാനിക്കുകയാണോ? ഇത് എന്ത് നിലപാടിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചെടുക്കൽ തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ്. കാരണം തിരിച്ചെടുക്കാൻ അത്രമാത്രം വ്യഗ്രതപ്പെട്ട് നിന്നുകൊണ്ടാണോ നിങ്ങൾ ഇത്രയും കാലം, അതായത് ഈ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്നവർ ഇത്രയും കാലം മുന്നോട്ട് പോയത് എന്ന ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി സംഘടനാ പ്രവർത്തനങ്ങൾ സിനിമയുടെ ഒരു സംഘടനയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവർ പങ്കുവയ്ക്കുന്ന അഭിപ്രായം, ആ സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ പങ്കുവയ്ക്കുന്ന അഭിപ്രായം അത് മനസ്സിലാക്കാനോ അതുമായി ബന്ധപ്പെട്ട നടപടി എടുക്കാനോ ആരും തയ്യാറാകുന്നില്ല. ഏകപക്ഷീയമായ നടപടി എടുക്കുന്നു. ദിലീപിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമാ സംഘടനയിലും ഇനി ഭാഗമാകാൻ താനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫെഫ്കയിൽ നിന്ന് ഇപ്പോൾ രാജിവെക്കുന്നത് ഭാഗ്യലക്ഷ്മി. നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെ വിധി പ്രസ്താവം വന്ന ആ സമയത്ത് ഭാഗ്യലക്ഷ്മി അവളുടെ കൂടെയായിരുന്നു. അതിജീവിതയുടെ വീട്ടിൽ അവൾക്കൊപ്പമുണ്ടായിരുന്നു. നമ്മളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഭാഗ്യലക്ഷ്മി സംസാരിച്ചത്. അതിന് പിന്നാലെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സിനിമാ സംഘടനകളിൽ നിന്ന് തന്നെ. ഇപ്പോൾ ഫെഫ്കയുടേക്ക് ദിലീപിനെ തിരിച്ചു വരുന്നതിൽ തടസ്സമില്ല, അങ്ങനെ പലതരത്തിലുള്ള സിനിമാ സംഘടനകളിൽ നിന്ന് പ്രതികരണങ്ങളൊക്കെ ഇന്നലെ പകൽ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അതിജീവിതയുടെ സുഹൃത്തായ ഭാഗ്യലക്ഷ്മിയുടെ ഈ പ്രതികരണം വരുന്നത്. അങ്ങനെ ദിലീപിനെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം കൂടെ നിൽക്കാൻ താനില്ല എന്നുള്ള പ്രഖ്യാപനമാണത്, നിലപാടാണത്.